ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുവേ. അപ്പോൾ അതേ നമുക്ക് ചെമ്മീൻ റോസ്റ്റിനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും വേപ്പിലയും കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഞാൻ വഴറ്റുന്നുണ്ട് കേട്ടോ, ഉള്ളി വേഗം വഴണ്ട് കിട്ടാനായിട്ട്. ഈ സവാളയുടെ പകരം കൊച്ചുള്ളിയാണ് എടുക്കണമെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുമേ. എനിക്ക് ഉള്ളി പൊളിക്കാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സവാള എടുത്തത്. അപ്പോൾ അതേ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണമേ. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി അരിഞ്ഞ് ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് ആ തക്കാളിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി വരണ്ട് വരാനായിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ സ്പൂൺ വെച്ചൊന്ന് നല്ല രീതിയിലൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ആ തക്കാളി വേഗം മുരിഞ്ഞ് വരും കേട്ടോ. അധികം സമയം എടുക്കാണ്ട് തന്നെ നമുക്ക് തക്കാളി നല്ല രീതിയിൽ വാട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ സ്പൂൺ വെച്ച് എല്ലാ തക്കാളിയും ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുത്തി ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തക്കാളി വരണ്ട് നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഞാനിങ്ങനെ കുത്തി കൊടുത്തത് കൊണ്ട് വേഗം തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ റോസ്റ്റിന് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടിയും പിന്നെ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ആണ് ചെമ്മീൻ റോസ്റ്റിന് ഇട്ട് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഈ 3 പൊടികൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മൾ പൊടികളെല്ലാം ഇവിടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ മസാലയൊന്ന് ഇളക്കി കൊടുക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞ് ചെമ്മീൻ എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ നേരത്ത് ആ പൊടികളുടെ പച്ചമണം ചുവക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാണ്ടായി പോവേ. അപ്പോൾ അതേ ആ സമയം കൊണ്ട് ചെമ്മീനൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ്റെ നല്ല വലിയ ചെമ്മീനായതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സൈഡിലെ കുടലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഒന്ന് ചെറുതായിട്ട് കത്തി വെച്ചൊന്ന് വരഞ്ഞ് കീറിയിട്ടാട്ടോ അതിൻ്റെ കുടലൊക്കെ എടുത്ത് കളഞ്ഞതില്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് ചിലവർക്ക് പിടിച്ചെന്ന് വരത്തില്ല. കുടലൊക്കെ ഉണ്ടെങ്കിൽ വയറുവേദനയൊക്കെ എടുക്കുവേ. അപ്പോൾ അത് 2 ചെമ്മീൻ മാത്രം ഞാനിങ്ങനെ കഷ്ണം മുറിക്കാണ്ട് ഞാനവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കാനായിട്ട് പുരട്ടി വെക്കാനാണ്. ബാക്കിയെല്ലാം 2 കഷ്ണമായിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ആ നുറുക്കി വെച്ചതൊക്കെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ അപ്പം നല്ല രീതിയിൽ മൂത്ത് പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ നല്ല വലിയ ചെമ്മീനാണ്. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ 2ആയിട്ടും മുറിച്ച് അതിൻ്റെ അകത്ത് ഇട്ടേക്കണത്. പിന്നെ ചെമ്മീൻ വേകാനായിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല വലിയ ചെമ്മീനായതുകൊണ്ടാട്ടോ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ചെറിയ ചെമ്മീനാണെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കാതെ എടുക്കണത്. നമ്മുടെ ചെമ്മീൻ വെന്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളവാ ചെമ്മീൻ തന്നെ ഉള്ളതുകൊണ്ട് ചെറിയ ചെമ്മീനൊക്കെ ഞാൻ വെള്ളം ഒഴിക്കാറില്ല. ഇതുപോലെ വലിയ ചെമ്മീനിൽ ഞാൻ അര ഗ്ലാസ് വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ പെരുംജീരകം പൊടിച്ചതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അവസാനം ആ പെരുംജീരകപ്പൊടി ഇടുന്നത് ചെമ്മീന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഉച്ചക്കത്തേക്ക് ഇവിടെ അയിലക്കറിയും കൂടി ഇപ്പോഴത്തെ അടുപ്പിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കറി ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സി യു.